ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയായിട്ട് പതുക്കെ ഏട്ടാ എണീറ്റത്. അപ്പോൾ ഞാൻ ചോറിന് എഴുതിയിട്ടു അപ്പോഴേക്കും ഏട്ടൻ പോയി ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ ചിക്കൻ കപ്പയും വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ അതാക്കാം, സൺഡേ ആയിട്ട് അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഇങ്ങനെ ചിക്കനുള്ള മസാലയൊക്കെ റെഡിയാക്കി, ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ അതെല്ലാം നിങ്ങളിങ്ങനെയാണോ വയ്ക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ കുക്കറിലാണ് കേട്ടോ ചിക്കൻ വയ്ക്കുക എപ്പോഴും. എന്താണെന്ന് പറയുക, കുക്കറിലാകുമ്പോൾ എല്ലാ മസാലയൊക്കെ ഇട്ട് നന്നായി ആദ്യം തന്നെ വഴറ്റിയിട്ട് ചിക്കൻ നന്നായി കഴുകിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കും. 10 മിനിറ്റ് വെച്ചിട്ട് പിന്നെ ഒരു വിസിലടുപ്പിക്കും. അപ്പോഴേക്കും ചിക്കൻ വെന്തല്ലോ. അപ്പോൾ കുക്കറിലാകുമ്പോൾ വേഗം പെട്ടെന്നാവും, ഗ്യാസും ലാഭിക്കാം കേട്ടോ. ഞാനങ്ങനെ ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം, അല്ലെങ്കിൽ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഒഴിച്ചിട്ട് വേറെ പാത്രത്തേക്ക് ഒഴിക്കുക കേട്ടോ, കടുക് പൊട്ടിക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഞാൻ വയ്ക്കുക. അപ്പോൾ കപ്പയും വാങ്ങിച്ചു വന്നു. അപ്പോൾ ഒന്ന് അതുണ്ടാവും കുക്കറിലാകുമ്പോൾ പെട്ടെന്നാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചിക്കൻ വയ്ക്കുന്നത്. എന്നിട്ട് ഇതാ കപ്പയും കൊണ്ടുവന്നു. അപ്പോൾ എന്നാൽ ചിക്കൻ ഇവിടെ ഇത്തിരി കറി വേണം കേട്ടോ, ഒഴിച്ച് വയ്ക്കാനുള്ള അതായിട്ട് വേണം. ഡ്രൈ ആക്കി ഇങ്ങനെ എടുക്കാൻ ആർക്കും ഇഷ്ടമില്ല അങ്ങനെ എടുക്കണത്. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇവിടെ വയ്ക്കുക ചിക്കനൊക്കെ. അപ്പോൾ ചിക്കൻ ഇതാണ്ടോ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വേഗം ആവുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ചിക്കനുമായി അങ്ങനെ പിന്നെ കപ്പയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കപ്പ അങ്ങനെ പുഴുങ്ങി കപ്പ ബിരിയാണി പോലെ ആക്കാമെന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് കപ്പ ബിരിയാണിയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാവുന്ന പിന്നെ നാട്ടിൽ പിന്നെ വേണ്ട, നമുക്കൊന്ന് ഇങ്ങനെ ആക്കാം, കപ്പ പുഴുങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ശരി എന്ന് അങ്ങനെ കപ്പയും പിന്നെ കുറച്ച് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുക്കുംബർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സലാഡ് ഉണ്ടാക്കി, പിന്നെ ചോറും. അപ്പോൾ കപ്പയും ചിക്കനും കപ്പ ഉള്ളി സലാഡ്, കുക്കുംബർ സലാഡ്, ചോറ്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ സ്പെഷ്യൽ. നിങ്ങളുടെ ഇവിടെ നിന്ന് എന്താ സ്പെഷ്യൽ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ, കമൻറ്റായി അറിയിക്കണേ. പിന്നെ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെൽ ബട്ടൺ അമർത്തുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ പുതിയതായിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ കഴിക്കട്ടെ. ഓക്കെ, ബൈ ബൈ.